വെൽക്കം ബാക്ക് ടു സന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. കുറേ പേരുടെ ഡൗട്ടാണ് കേട്ടോ സ്കേർട്ട് ഇപ്പോഴും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനൊരു 3.25 മീറ്റർ എടുത്തിട്ടുണ്ട് സ്കേർട്ട്. അപ്പോൾ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഹിപ്പിൻ്റെ അളവാണ് വേണ്ടത്. ഹിപ്പ് ഓർ വേസ്റ്റ് എവിടെയാണോ നമ്മൾ പാവാട ഇടുന്ന അവിടുത്തെ അളവാണ് കേട്ടോ വേണ്ടത്. ഇതേപോലെ നമ്മൾ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇതേപോലെയാണ് നമ്മൾ അളവെടുക്കേണ്ടത്. അഥവാ വള്ളി ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാറ്. ഹൂക്കാണെങ്കിൽ മാത്രം നല്ല ടൈറ്റായിട്ട് അളവെടുക്കുക. പിന്നെ നമ്മൾ എവിടെയാണോ ഇപ്പോൾ അളവെടുത്തത് അവിടുന്ന് താഴോട്ടുള്ള ലെങ്ത്ത്, ഈ 2 മെഷർമെൻറ്റ് മാത്രം മതി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ മനസ്സിലായല്ലോ ഒരു ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കാൻ. ഹിപ്പും അതേപോലെ ലെങ്ത്തും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ വന്നേക്കുന്ന ഹിപ്പ് 32ആണ്, കുഞ്ഞിൻ്റെ അളവല്ല കേട്ടോ. അപ്പോൾ 32ആണ് എൻ്റെ ഹിപ്പ്. അതേപോലെ ലെങ്ത്ത് 36ആണ്. അപ്പോൾ ഞാനിപ്പോൾ വള്ളിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ഹുക്കാണെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുക. അപ്പം 33. ഓക്കെ, അഥവാ ഇലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഈ 33ൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അഥവാ വള്ളിയാണെങ്കിൽ ഒരു 4 ഇഞ്ചോ കൂടുതൽ 4 ഇഞ്ച്, അതിൽ കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു റഫ് ഫിഗർ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ മുകളിൽ പട്ട, അതേപോലെ താഴത്തെ ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. മുകളിലത്തെ പട്ട 1 ഇഞ്ച് വേണം, അതേപോലെ താഴെ 35. അപ്പോൾ ടോട്ടൽ 36 ആയല്ലോ. ഇപ്പോൾ പട്ടയ്ക്ക് വേണ്ടി ഞാൻ നല്ല പട്ടയ്ക്ക് കട്ടി കിട്ടാൻ വേണ്ടി ഇച്ചിരി അധികം തുണി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനൊരു മെഷർമെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ പ്ലീറ്റ്സിൻ്റെ അളവ്. അപ്പോൾ പ്ലീറ്റിൻ്റെ സൈസ് ഞാൻ എടുക്കുന്നത് 1 ഇഞ്ചാണ്. ഓക്കെ, നമുക്കിപ്പോൾ 1.5 2 ഇഞ്ചൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 ഇഞ്ചിലാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്കിപ്പോൾ 1.5 2 വീതി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ 1 ഇഞ്ചിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്ലീറ്റ്സിൻ്റെ ഇൻടേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ മെഷർമെൻറ്റ് ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് മൈനസ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഹൗ ടു കാൽക്കുലേറ്റ് മെഷർമെൻറ്റ് ഇൻറ്റു ഇഞ്ചസ് നോക്കുക, അടിച്ചു കൊടുക്കുക ഗൂഗിളിൽ. അപ്പോൾ ഇതേപോലെ വരും. അപ്പം മുകളിലത്തെ കോളത്തിൽ നമുക്ക് എത്രയാണോ മീറ്റർ ഉള്ളത് ആ മീറ്റർ അടിച്ചു കൊടുക്കുക. 3.25 3.85 കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ അത് അടിച്ചു കൊടുത്താൽ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫാബ്രിക്കിൻ്റെ ഇഞ്ച് എത്ര ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് 147ആണ്. 147 മൈനസ് വേസ്റ്റ് റൗണ്ട് 33 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ്. ഇപ്പോൾ 33 നമ്മുടെ റൗണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മൾ ഓരോ ഇഞ്ച് വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ 33 പ്ലീറ്റ്സ് വരും നമുക്ക്. ഇപ്പോൾ 1.5 വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 1.5 വെച്ച് 33 എത്ര പ്ലീറ്റ്സിൽ കിട്ടുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 1 ഇഞ്ച് കാണിച്ചു തന്നത്. അപ്പം നമ്മുടെ തുണി ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് 35 താഴത്തെ പാർട്ടിന് വേണ്ടത്. താഴത്തൊന്ന് മടക്കി അടിക്കണമെങ്കിൽ 36 ഇട്ട് വെട്ടണം കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടി ഇട്ട് വേണം വെട്ടാനായിട്ട്. അപ്പോൾ ഞാനത് വെട്ടിയെടുത്തിട്ടുണ്ട്. അതേപോലെ ലൈനിങ് നമുക്ക് ഒരു 2 ഇഞ്ച് കുറച്ചെടുക്കാം കേട്ടോ. മെയിൻ ലെങ്ത്തിൽ നിന്ന് ഈ 35 ഒരു 2 ഇഞ്ച് കുറച്ചെടുക്കാം. ഞാൻ തുണി വിരിച്ചിട്ടിട്ടുണ്ട്. ആദ്യം ഞാനൊരു 2 ഇഞ്ച് വിട്ടു. എന്നിട്ട് അവിടുന്ന് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഇഞ്ച് നമുക്ക് ആ കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുന്ന ലെങ്ത് എടുക്കണം. എന്നിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഇപ്പോൾ അറേഞ്ച് ചെയ്തെടുത്തുനിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വീണ്ടും 4.25, പിന്നെ 1 ഇഞ്ച് 4.25. ആ 1 ഇഞ്ചിലാണ് നമ്മുടെ പ്ലീറ്റ്സ് ഇതേപോലെ അറേഞ്ചായി വരേണ്ടത്. ഓക്കെ, ഇതേപോലെ ഇവിടെ മടക്കി വെച്ചിടത്തു നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, പിന്നെ 4.25, വീണ്ടും 1 ഇഞ്ച് 4.25. അങ്ങനെ നമ്മൾ ഫുൾ ഈ 3.25 മീറ്ററും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. പ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ
3. ഇപ്പം നമ്മുടെ ആക്ച്വൽ ഹിപ്പ് അളവിനേക്കാളും 1 ഇഞ്ചേ നമ്മൾ കൂട്ടിയിട്ടിട്ടുള്ളൂ. 1-2 ഇഞ്ച്. നമുക്കിപ്പോൾ വണ്ണം വെക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ 1-2 ഇഞ്ച് കൂട്ടിയിടുക. അതിൽ കൂടുതലൊന്നും നമ്മൾ ഹുക്ക് വെക്കുമ്പോൾ കൂട്ടിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനിതെല്ലാം അഴിച്ചു മാറ്റുവാണ്. ഇനി നോർമൽ ഈ മെഷർമെൻറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് എടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ മെഷർമെൻറ്റ് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് തുണി പിരിച്ചിടുക. എന്നിട്ട് നമുക്കൊരു മെഷർമെൻ്റ് ഉണ്ടാവുമല്ലോ, സെയിം ഒരേ രീതിയിൽ ഇതേപോലെ ജസ്റ്റ് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുമ്പോൾ പ്ലീറ്റ്സ് അപ്പോൾ ഒരേ രീതിയിലായിരിക്കണം. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായി പോയാൽ മഹാബോറായിരിക്കും. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഇതേപോലെ മടക്കി കൊടുക്കുക. ഓക്കെ, ഇത് മൊത്തം ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ഈ തയ്ക്കുന്നതിന് ഞാനിപ്പോൾ വള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഇല്ല. അപ്പോൾ കസ്റ്റമറിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് മണ്ടത്തരമാണ്. കറക്റ്റ് മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹുക്കിലേക്ക് പോകാവൂ. മെഷർമെൻറ്റ് ഇല്ലെങ്കിൽ വള്ളി വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഏകദേശം എൻ്റെ ഒരു ഫോട്ടോ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്, ഒരു കുട്ടിയുടെ. അപ്പോൾ ഏകദേശം ഞാനായിട്ട് സങ്കല്പിച്ചാണ് ആ കുട്ടിക്ക് 32 ഹിപ്പാണെന്ന്. പക്ഷെ നമ്മൾ അതിനേക്കാളും കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 35 കൊടുക്കാം നമുക്ക്. വള്ളിയാവുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ചെറുതായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതേപോലെ നമ്മൾ അളന്ന് നോക്കിയിട്ട് മാത്രം, നമ്മളൊരു ഏകദേശ കാൽക്കുലേഷനിലാണല്ലോ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് അളന്ന് നോക്കിയിട്ട് മാത്രം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് പിന്ന് മേടിച്ച് വെച്ചാൽ ബെറ്റർ ആയിരിക്കും ബിഗിനേഴ്സിന്. ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അഴിക്കുന്നതിനേക്കാളും ബെറ്ററാണ് ഇതേപോലെ പിന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുക. നമ്മുടെ ഹിപ്പ് സൈസ് കിട്ടുന്നുണ്ടോ, അപ്പോൾ 35 എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ അളന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അഥവാ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഈ അവസാനം പ്ലീറ്റ്സ് ചെയ്ത് വെച്ചത് ഒന്ന് അഴിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഥവാ വലുതാണെങ്കിലും നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ 3.25 ഞാൻ 33 ഇഞ്ചിൽ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അടിഭാഗത്ത് പ്ലീറ്റ്സിൻ്റെ ഇത് പോയിട്ടില്ല, അതൊന്നും മടങ്ങി പോകാൻ പാടില്ല. കറക്റ്റായിട്ട് ഈവനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ് പറ്റാത്തവർക്ക് ഇതാണ് ഈസി വേ. അപ്പോൾ നമ്മൾ പിന്നു കുത്തി വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ ഈവനായി വന്നോ ഇല്ലയോ എന്ന്. ആ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അധികം ധൃതിയൊന്നും ഇല്ലാതെ പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മളെങ്ങും പോകുന്നൊന്നുമില്ലല്ലോ, ഓണം വരുന്നതേ ഉള്ളൂ. അതിന് മുന്നിട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ ലൈനിങ്ങും നമ്മളിപ്പോൾ ഹിപ്പ് അളവ് 35 എടുത്തത്. അപ്പോൾ ലൈനിങ് ഞാൻ എത്ര മീറ്റർ എടുത്തെന്ന് പറഞ്ഞില്ലല്ലോ. ലൈനിങ് ഞാൻ 3 മീറ്റർ മാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2-3 എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുവാണ് കേട്ടോ. അത് 35 തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ 32 ഹിപ്പളവ് എടുത്തെങ്കിൽ ലൈനിങ്ങിലും കറക്റ്റ് 32 തന്നെ കിട്ടണം കേട്ടോ. എന്നിട്ട് ലൈനിങ്ങിനെ അടിഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മോളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ലൈനിങ്ങും ഇപ്പോൾ നിങ്ങൾ 3.25 എടുത്തെങ്കിൽ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ആദ്യം ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്താൽ മതിയായിരുന്നു. പ്ലീറ്റ്സ് ഒന്നും അടിയിലും എങ്ങും കയറി പിടിക്കാതെ നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ടിഷ്യൂൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ അയൺ ചെയ്തൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി കിട്ടും ഈ സ്കേർട്ടിന് കേട്ടോ. അപ്പോൾ അയൺ ചെയ്തുകൂടെ എടുക്കണേ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് മടക്കി ഒരു 4 ഇഞ്ചോളം മടക്കി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് താഴെ വരെ പോണ്ട, ജസ്റ്റ് ഇതേപോലെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് പടി വെക്കാനായിട്ടുള്ളൊരു ക്ലോത്താണ്. അതിന് ഞാൻ 6.5 ഇറക്കം കൊടുക്കുന്നുണ്ട്.
അപ്പോൾ വീതി നമുക്ക് 35 തന്നെ വരണം. നമ്മുടെ ഹിപ്പിൽ നമ്മൾ എന്താ പ്ലീറ്റ്സ് എടുത്തിട്ടില്ലേ അത്രയും തന്നെ വരണേ. അപ്പോൾ എൻ്റേത് 35 35 തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. 35ഉം അത് സൈഡൊക്കെ മടക്കി അടിക്കണ്ടേ, അപ്പോൾ ഒരു 36 37 എടുക്കുക. എന്നിട്ട് ഈ തുണിയെ ഞാൻ രണ്ടായിട്ട് മടക്കി ഒരു സ്റ്റിച്ച് ഇട്ട് എടുക്കുന്നുണ്ട്. ചുരുങ്ങി പിടിക്കുന്നുണ്ട് നൂല്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ജസ്റ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ നൂലിന് എന്തോ പറ്റിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയതാണേ. ഓപ്പോസിറ്റ് സൈഡും ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യൂ. ആദ്യം സ്റ്റിച്ച് ചെയ്ത സൈഡിനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഞാൻ ഇതേപോലെ മടക്കുന്നുണ്ട്. നേർ പകുതിയായിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുവാണേ. എന്നിട്ട് ഇതേപോലെ തയ്യൽ തുമ്പ് കാണാതെ ഇതിനകത്ത് വെച്ചിട്ട് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. കറക്റ്റ് ആ തയ്യൽ തുമ്പ് അകത്തേക്ക് പോകുന്ന രീതിയിലാണ് കറക്കി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഡെഡ് എൻഡും ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഓപ്പൺ ആയ സൈഡ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 ഇഞ്ച് വിടുക. അതിൽ കൂടുതലൊന്നും വിടണ്ട കേട്ടോ. കറക്റ്റ് ഒരു 3 ഇഞ്ച് വിട്ടിട്ട് ഓപ്പൺ ആയി വിടുക. എന്നിട്ട് ആ 3 ഇഞ്ച് വിട്ടിടത്ത് നിന്ന് സ്റ്റിച്ച് തുടങ്ങി താഴെ വരെ അവസാനിപ്പിക്കുക കേട്ടോ. ഇനി ഒരു വള്ളിയൂടെ വെച്ച് കൊടുത്താൽ എൻ്റെ പണി കഴിയും കേട്ടോ. അപ്പോൾ ഹുക്ക് വെക്കേണ്ടവർക്ക് ഹുക്ക് വെക്കാം, ഇലാസ്റ്റിക് വെക്കേണ്ടവർക്ക് ഇലാസ്റ്റിക് വെക്കാം. ഇലാസ്റ്റിക് വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മുടെ ഹിപ്പിനേക്കാളും ഒരു 10 ഇഞ്ച് കൂടുതലൂടെ. ഇപ്പോൾ 20 ഹിപ്പെങ്കിൽ 30 ഇട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് ഉള്ളിൽ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനായിട്ടുള്ള ഔട്ട്ലുക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പെയർ ചെയ്തേക്കുന്ന ഒരു ദാവണി സെറ്റിൻ്റെ കൂടാണ് കേട്ടോ. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഇടാട്ടോ ഇതിൻ്റേത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് ഡൗട്ട് ഉണ്ട് കേട്ടോ. മെഷർമെൻറ്റ് എടുക്കുന്ന വീഡിയോ ഒക്കെ ഇടുമോയെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആകും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.